നീ എന്തൊക്കെയാ പറയുന്നത്? നിന്നെ ആരോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. അല്ല മോളെ, ഈ എഗ്രിമെന്റിന് തയ്യാറല്ലെങ്കിൽ ഇന്ദ്രന് ഷോപ്പ് കൊടുക്കാൻ വേറെ എന്താ നിന്റെ ഡിമാൻഡ്? ഞാൻ ആദ്യം വെച്ച ഡിമാൻഡ് തന്നെ. 25 ലക്ഷം രൂപ തന്നാ ഞാൻ ആ ഷോപ്പ് എഴുതി കൊടുക്കാം. പിന്നെ വിറ്റയാളും വാങ്ങിച്ചയാളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പൊ ഇവള് അപമാനിച്ചിരിക്കുന്നതേ ഞങ്ങളെ അല്ല ദാസാറേ, നിങ്ങളെയാ. സാറുണ്ടാക്കിയ എഗ്രിമെന്റ് തെറ്റിച്ച് എല്ലാം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കുക ഇവള്. എന്തിനാ ദാസാറേ ഇവളുടെ മുമ്പിൽ സാറിങ്ങനെ തലവുനിക്കുന്നത്? ഇന്ദ്രന് ഷോപ്പ് വാങ്ങാൻ അന്ന് പണം മുടക്കിയത് നിങ്ങളല്ലേ? നിങ്ങളുടെ പണം ഞങ്ങൾ നിങ്ങൾക്ക് തരാം സാറേ. ഇവളോട് പോവാൻ പറ. അങ്കിളിന് വേണമെങ്കിൽ ആർക്കും ആ ഷോപ്പ് കൊടുക്കാം. അത് വെറുതെ കൊടുക്കാനാണെങ്കിൽ പോലും അങ്കിൾ ഒരു വാക്ക് പറഞ്ഞാ ഞാൻ ഒപ്പിട്ട് തരാം. അതിനിടയില് ഇതുപോലുള്ള എഗ്രിമെന്റ് ഉണ്ടാവരുതെന്ന് മാത്രം. അങ്കിൾ, അനുവിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. 25 ലക്ഷം രൂപ ഞാൻ തരാം. എനിക്കെന്റെ ഷോപ്പ് വേണം. ഇന്ദ്ര, അമ്മ ഇനി ഒന്നും പറയണ്ട. സ്വന്തം കുടുംബം പോലെ തന്നെ വലുതാ എനിക്കെന്റെ ഷോപ്പും. എന്റെ കുടുംബത്തെ എനിക്ക് നഷ്ടമായി. ഷോപ്പെങ്കിലും എനിക്ക് വേണം. അങ്കിൾ, എത്രയും വേഗം പണം റെഡിയാക്കി ഞാൻ വിളിക്കാം. അനു, ദയവ് ചെയ്ത് ഈ വാക്കിനി മാറരുത് പ്ലീസ്. അമ്മ വാ, പോവാം. പോകാനുള്ള വഴി എനിക്കറിയാവൂടാ. നീ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നും വേണ്ട. ഈ ഒത്തുകളിയൊക്കെ എനിക്ക് മനസ്സിലാവും. നടക്കട്ടെ. സുശീലയെ തോപ്പിച്ച് നിങ്ങൾ എല്ലാവരും ജയിക്കേ. എനിക്ക് കിട്ടാനുള്ളത് എവിടെ പോയി വാങ്ങണമെന്ന് എനിക്കറിയാം.